കേരളത്തിലെ അധികാര കേന്ദ്രം ആര് ഭരിക്കുമെന്ന് തിരുവനന്തപുരം തീരുമാനിക്കുന്ന ചരിത്രം ഇത്തവണ ആവർത്തിക്കുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ തലസ്ഥാന നഗരിയിൽ ഇത്തവണ BJP വലിയ അട്ടിമറി വിജയം നേടുമെന്ന കൃത്യമായ സൂചനകളാണ് പുറത്തുവരുന്നത്. അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ BJP മുന്നേറ്റം പ്രകടമായതോടെ ഇടതു വലതു മുന്നണികൾ വലിയ ആശങ്കയിലാണ്. തിരുവനന്തപുരത്തെ 14 സീറ്റുകളിൽ 8 എണ്ണം പിടിക്കുന്നവർ കേരളം ഭരിക്കുമെന്നതാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ടായുള്ള ചരിത്രം. 2016-ൽ നേമത്ത് താമര വിരിഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇത്തവണ നേമം തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിനൊപ്പം കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJP വലിയ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA ഒന്നാമതെത്തിയത് അപ്രതീക്ഷിത കുതിപ്പിന്റെ തെളിവായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇത്തവണ NDA വോട്ടുകളിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ LDF-ന് ലഭിച്ച ഏകപക്ഷീയമായ മേൽക്കൈ ഇത്തവണയുണ്ടാകില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. പ്രത്യേകിച്ചും കഴക്കൂട്ടത്തും നേമത്തും താമര വിരിയുമെന്ന് BJP ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില ചർച്ചകൾ സജീവമാണെങ്കിലും BJPയുടെ അടിത്തറ ഭദ്രമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് സഭാ വോട്ടുകളിൽ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിലും പ്രീണന രാഷ്ട്രീയത്തിനെതിരായ ജനവികാരം BJPക്ക് അനുകൂലമായ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിളവൻകോട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മാറ്റം കേരളത്തിലെ അതിർത്തി മണ്ഡലങ്ങളെ സ്വാധീനിക്കുമെന്ന UDF കണക്കുകൂട്ടലുകൾ BJP തള്ളിക്കളയുകയാണ്. വികസനവും ദേശീയതയും ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ പാറശാല, നെയ്യാറ്റിൻകര, അരുവിക്കര മണ്ഡലങ്ങളിൽ BJP നടത്തുന്ന നിശബ്ദ മുന്നേറ്റം ഇടത് വലത് മുന്നണികളുടെ ഉറക്കം കെടുത്തുന്നു. ചുരുക്കത്തിൽ പതിവ് രാഷ്ട്രീയ സമവാക്യങ്ങൾ തെറ്റിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഇത്തവണ NDA ചരിത്രം തിരുത്തിക്കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കേരള ഭരണത്തിന്റെ താക്കോൽ സ്ഥാനം ഇത്തവണ തിരുവനന്തപുരത്തെ BJP പ്രതിനിധികൾ നിശ്ചയിക്കുമോ എന്നറിയാൻ വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കാം.